ദുബായ് ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നമായുള്ള രാജ്യമാണ്. അന്ന് ആ രാജ്യത്ത് ഒരു തുള്ളി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ടൂറിസം കൊണ്ട് മാത്രം ഈ ദുബായ് ഇതുപോലെ വളരാൻ സാധിക്കുമോ? അതിനെന്താണ് ദുബായ് ചെയ്തത്? എല്ലാ കോടീശ്വരന്മാർക്കും, ദുബായ് അല്ല, അമേരിക്ക അല്ല, ലണ്ടൻ അല്ല, ഏത് രാജ്യത്തുള്ള കോടീശ്വരന്മാർക്കും ഇഷ്ടം പോലെ കാശ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ഇഷ്ടം പോലെ കാശ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും എവിടെ നിന്നാണ് ഈ പൈസ വരുന്നുള്ളത് ദുബായ് സർക്കാർ ചോദിക്കില്ല. അങ്ങനെ അവിടുത്തെ ബാങ്കുകളിൽ ദശലക്ഷം കോടികൾ അവിടെ കുന്നുകൂടി. അപ്പോൾ ആ കുന്നുകൂടിയതിൽ നമ്മുടെ റോയിടയ്ക്കും അതുപോലെ തന്നെ നല്ല ഒരു സാമ്പത്തിക സ്രോതസ്സ് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസകൾ മുഴുവൻ ഇവിടെ കണക്ക് കാണിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കാശുകളൊക്കെ ദുബായ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടുത്തെ പല വമ്പന്മാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ, സെലിബ്രിറ്റികളെ, കർണാടകയിലെ രാഷ്ട്രീയക്കാരെ, കർണാടകയിലെ സെലിബ്രിറ്റികളെ, ഇവരുടെ എല്ലാം സാമ്പത്തികം നമ്മുടെ റോയിയുടെ കയ്യിലുണ്ട്. അത് ഇപ്പം അവരൊക്കെ ആകെ അങ്കലാപ്പിലായിരിക്കണം. ഇതിനൊന്നും ഒരു രേഖയില്ല. ഇനിയിപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? റോയിയുടെ കുടുംബക്കാർക്ക് പോലും അറിയില്ല റോയി എത്രയൊക്കെ കാശുകൾ, എത്രയൊക്കെ കോടികൾ ആരെ കയ്യിൽ നിന്നൊക്കെ വാങ്ങി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് റോയി ഒരു രൂപ പോലും ബാങ്ക് ലോൺ എടുക്കാണ്ട് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. അതിനെന്താ വേണ്ടേ? വലിയ കോടീശ്വരന്മാരുടെ സപ്പോർട്ട്. കോടീശ്വരന്മാരുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമ്പന്നനാന്ന് കാണിക്കണം. അതിനാണ് റോയി 200 കോടി രൂപയുടെ കാറുകളുടെ ശേഖരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് സഞ്ചരിക്കാൻ 200 കോടി രൂപയുടെ കാറ് വേണം. അതുപോലെ തന്നെ വിമാനം സ്വന്തമായി വാങ്ങിച്ചു. അപ്പോൾ ആൾക്കാർക്ക് എന്താണ് വിശ്വാസം വർദ്ധിക്കണം. കോടികൾ കൊണ്ടു കൊടുത്താലും അയാളത് 10 ഇരട്ടി ആക്കി തിരിച്ചു തരാനുള്ള കെൽപ്പുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാവണം. അപ്പോൾ സമ്പന്നന്മാർക്ക് ഇറക്കാനായിട്ട് ഇവിടെ പൈസ ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇൻകം ടാക്സും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരും. റോയിലെ കല്ല് കൊടുത്തു കഴിഞ്ഞാൽ റോയി അതൊക്കെ വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യും. നമ്മുടെ കാശിൻ്റെ പലിശ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ആളിങ്ങനെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി, അതുപോലെ തന്നെ ഈ സ്റ്റോർ റൂമിൽ അദ്ദേഹത്തിൻ്റെ സേഫിലിരിക്കുന്ന എല്ലാ രേഖകളും ഇതെല്ലാം വിളിച്ചു പറയും. അതൊക്കെ വരും ദിവസങ്ങളിൽ കേരള ജനതയും ഇന്ത്യൻ ജനതയും എല്ലാവരും തിരിച്ചറിയും. വെറുതെ ഒന്നല്ല ഇഡി അവിടെ കയറി റെയ്ഡ് ചെയ്തത്. എത്ര സ്ഥലത്ത് എത്ര സമ്പന്നന്മാരെ എടുത്ത് പോയി ഇഡി റെയ്ഡ് ചെയ്യുന്നു? അവരാരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? സ്കൈലൈൻ അതിൻ്റെ മുതലാളി ആരാന്ന് പോലും നമുക്കറിയില്ല. അതെന്താ കാരണം? അവരൊന്നും പുറത്ത് രംഗത്ത് വരില്ല.